വേറൊരു ചികിത്സ സമ്പ്രദായം എനിക്കറിയാം. അവിടെ നിന്ന് ചികിത്സിച്ചാ മതി. അല്ല, ഇത് സംഭവം കേക്ക് ഇല്ലേ, പരിപാടി പറഞ്ഞു പോകും. സംഭവം എന്താണെന്നറിയോ? പ്രാണിക്ക് ഫീലിങ്സ്. പ്രാണിക്ക് ഫീലിംഗ്? എന്ത് ഫീലിംഗ്? പ്രാണിയുടെ പുറകെ ഒരു പല്ലി അങ്ങനെ വന്ന ഇങ്ങനെ അങ്ങനെ കാണിച്ച പ്രാണിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ആ ഫീലിങ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫീലിംഗ് ആണ് ഉദ്ദേശിച്ചത്. ആ സാധനം എനിക്കറിയാം. മാടത്തിന്റെ പുറകിൽ ഒരു ഓറയുണ്ട്. എന്റെ പുറകില് സ്റ്റാർ മാജിക്കിന്റെ നല്ല ലൈറ്റ് ഒക്കെ. ഇത് ഇവൻ സുധീനേക്കാളും കഷ്ടമാണല്ലോ ചങ്ങാതി. നിങ്ങൾ ആങ്ങളെ മങ്ങളുണ്ടോ? മാടത്തിന്റെ പുറകെ ഒരു പ്രഭയാണെന്ന്. പ്രഭ. അപ്പൊ ചേട്ടാ എന്റെ പുറകില? നിന്റെ പുറകെ പ്രഭയല്ലടാ, ശാന്ത. ഇതൊക്കെയാണ് നിന്റെ പുറകിലുള്ളത്. പിന്നെ കുറച്ച് പലിശക്കാരും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രഭ എന്ന് പറയുമ്പോ ഒരു പ്രഭ വലയുണ്ടെന്ന്. ഈ പ്രഭയെ നമ്മൾ കൈ കൊണ്ട് സ്പർശിക്കാതെ മസാജ് ചെയ്ത് നമ്മൾ ഈ അസുഖം മാറ്റും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. പ്രഭയാണല്ലോ മസാജ് ചെയ്യണല്ലേ? അതെ. ഈ പ്രഭ ശരീരം മസാജ് എന്നൊക്കെ പതുക്കെ പറ. എന്താ ഷിയാസും ഷാഫി എഴുതിപ്പോണ്ട ആൾ ശരിയല്ല. അതല്ലേ ദുബായിൽ സ്ഥിരം പരിപാടിയാണ് അവന്മാര്. ഇവന്റെ പേര് പറഞ്ഞേക്കുമ്പോ അമ്മ വന്നങ്ങ് പറഞ്ഞു. ഇവന് ആ ടൈപ്പ് ടീമാന്നേ. ചേട്ടാ ഇത്രയും ചെയ്തിട്ട് അസുഖം മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? യോഗ ചെയ്യണോ? യോഗ ചെയ്യല്ല, അവന്റെ യോഗ. നീ സാധനം മാറില്ല അവന്റെ. ആശാനോ? എന്നാ ശിഷ്യ? യോഗ ചെയ്യുന്ന ആളുകളെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. അത് എങ്ങനെയാ ആശാനത്? അയ്യോ, അത് വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത്. വലിയൊരു പോയിന്റ് ആണ് ഇപ്പൊ ഇവനീ പറഞ്ഞത്. ഈ യോഗ ചെയ്യുന്ന ആളുകൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കും ഭയങ്കരമായിട്ട്. പക്ഷെ യോഗ ചെയ്യാത്ത ഇവൻ പോലും സുഖമായിട്ട് ഇവന് കിടക്കാം. യാസിനും ചെയ്യാൻ പറ്റത്. ഉള്ളു പൊള്ള എന്ത് വസ്തുവും വെള്ളത്തിൽ. എന്റെ ഒരു അമ്മാവനുണ്ട്. പുള്ളി നെകളിപ്പിന്റെ അങ്ങ് ആശാനാ പുള്ളി. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി കൊടുത്ത അപ്പൊ തന്നെ പുള്ളി അന്ന് കയറി നെകളിക്കും. ഒരു ദിവസം ഞാൻ നോക്കി കഴിയുമ്പോ പുള്ളി ചായ കുടിച്ചിട്ട് ഒരു 2 കഷ്ണം പുട്ടും ഒരു പപ്പടം മേടിച്ചു തിരിച്ചു വന്ന സമയത്ത് കുളക്കടവിൽ ഒരാൾക്കൂട്ടം. ഞാൻ ചെന്ന് നോക്കുമ്പോ ഈ അമ്മാവൻ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുക. അമ്മാവൻ പൊങ്ങിക്കിടക്കുക. അപ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര കരഘോഷമായിപ്പോഴത്തേക്കും സംഭവം ഈ പുള്ളിക്ക് നെകളിപ്പ്. ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ നെകളിപ്പ് അങ്ങ് കയറിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴും ഈ പുള്ളി വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക. ഭയങ്കര കഴിവ്. ആൾക്കാരെ ഭയങ്കര പ്രോത്സാഹനം. പിന്നെ വൈകുന്നേരമായി അപ്പോഴും വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക. മഹാൻ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, അമ്മായി ഇത് ശരിയാവില്ലോട്ടോ എന്ന്. രാത്രി 11 മണിക്ക് വന്നിട്ട് അമ്മാവ കേറണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും സംഗതി എന്നാ തൂങ്ങി കിടക്കുക. ഇല്ലില്ല, ആ പോണ പോക്കണ്ടപ്പോ തോന്നിയായിരുന്നു. മധുചേട്ടനും ഇവരെ ഒന്നിച്ചിരുന്ന സ്ക്രിപ്റ്റ്. ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാൻ ആസനം കാണിച്ചു തരാൻ പോകും. കണ്ടിട്ടുള്ളതാ, ഇനി വേണ്ട. അയ്യോ, ആസനല്ല, യോഗാസനത്തിന്റെ കാര്യം പറഞ്ഞു. ആസനങ്ങൾ ഏതൊക്കെയാണ്, എത്ര വിധം ഉണ്ട് പറഞ്ഞു. ശീർഷാസനം, കലപാസനം, മയൂരാസനം, കുക്കുടാസനം, മത്സ്യാസനം, ശവാസനം. അയ്യോ, ശീർഷാസനം കാണിക്കാൻ പറ്റില്ല. ശീർഷാസനം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കാരണം ശീർഷാസനം എന്ന് പറഞ്ഞ ആസനം തല കുത്തി നിന്ന് ചെയ്യുന്ന ആസനമാണ്. ആ തല കുത്തി ചെയ്യുന്ന ആസനം ഞാൻ ഇപ്പൊ ഇവിടെ ചെന്ന് ഞാൻ കാലത്ത് കുടിച്ച പഴങ്കഞ്ഞിയും ചമ്മന്തിയും പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു വറ്റൽമുളകും കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ ആസനം ഇപ്പൊ എടുക്കില്ല. ഞാൻ ശലഭാസനം ഞാൻ കാണിച്ചു തരാം. കാരണം അതിനകത്ത് ചമ്മന്തിയും വറ്റൽമുളകും ഒന്നും പുറത്തു വരില്ല. നവ്യ ഒന്ന് വരും ഇവിടെ വരെ. ഇപ്പൊ ശലഭാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവരെ ഒക്കെ പിടിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു സെലിബ്രിറ്റി ആയിരുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു പവർ ഉണ്ടാവും. എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും. ഇതിപ്പം അനുവിനെ വിളിച്ച് ചെയ്തിരിക്കുമ്പോൾ ഡയാനക്ക് ഒരു അതുപോലെ മറ്റേ ഐശുവിനെ വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അന്നയ്ക്കും റിനിക്കൊക്കെ ചെറിയൊരു ഈഗോ അടിക്കും. കൊച്ചാണെങ്കിൽ കുഴപ്പമില്ല, നവ്യാകുമ്പോൾ കുഴപ്പമില്ല. ശലഭാസനം നവ്യാവുമ്പോഴേ ലക്ഷ്മിക്ക് ഈഗോ അടിക്കുള്ളൂ. ഞാൻ കാണിക്കുന്ന പോലെ ശലഭാസനം. ശലഭം വഴിമാറുവാൻ മിഴി രണ്ടിലും നിൻ സമ്മതം. ഈ ആസനം എന്തായാലും പതിവിലേറെ സുന്ദരിയായിട്ടുണ്ട്. കോളാമ്പി മൈക്കിന്റെ ഉള്ളിൽ കൂടെ കേറിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചേക്കണായിരുന്നു. ഈ നീണ്ട കോളാമ്പി മൈക്കില്ലേ അളിയ പണ്ടത്തെ അനൗൺസ്മെന്റിന്റെ പോണ ഫ്രണ്ടിൽ ചെറിയ കോളാമ്പി, ബാക്കിൽ വലിയ കോളാമ്പി. നടക്കണതറിയാൻ ലക്ഷ്മി നടന്നു വന്നിട്ടേ കാലില്ല ഒഴുകി വരൂല ഇങ്ങനെ അവിടെ വന്നു. എന്ത് രസമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, മോശമല്ലത്. തലിവേന്റെ കൊട്ട ഇതാണ്. കാലയിൽ വീല് ഫിറ്റ് ചെയ്തിട്ട് വന്നായിരുന്നു. കറക്റ്റല്ലേ? ഇത് വിട്ടോണ്ട് MMS ബസ്സിൽ കയറിയിട്ട് കടുത്തുരുത്തി വരെ ഒന്ന് പോണം.
അത് നല്ല കോളേജ് വിടണ സമയത്ത്. അല്ല ഐശ്വര്യ പുല്ല് വെട്ടിയേ ടോപ്പ് വെച്ചേക്കുന്നു. അയ്യോ അല്ലേ, ഞങ്ങളുടെ ടീമിൽ ഒട്ടകപ്പച്ചിയത്. അതെ പശുവിന്റെ അടുത്തൊന്നും പോയി നിക്കല്ലേ, മാനം പോവും. ആണോ ഞാൻ അതിന് വേണ്ടിട്ടാ. അല്ല ഐഷു ഒന്ന് കയറി ശേഷം ഒന്ന് കാണട്ടെ. മൈഡിയർ കരടിയോ? ചേച്ചി നമുക്ക് സൂപ്പർ പവർ ആകുമ്പോ കുറച്ച് പവറിൽ തുടങ്ങാൻ ചേച്ചി. ശ്രീവിധി പവർ ഇട്ടു. അല്ല പതുക്കെ ദേഷ്യം വന്നിട്ടേ കടിച്ച് പറിച്ച് സൂപ്പർ പവറാണ് പവറിൽ തുടങ്ങാൻ പറഞ്ഞ എങ്ങനെയാണ്? ഇച്ചിരി പവറിൽ തുടങ്ങും ചേച്ചി. അല്ല ഞാൻ ഇല്ല ഒന്നും വേണ്ട, നല്ലൊരു കോമഡി പറയൂ. ഇന്ന് എന്റെ സ്റ്റോക്ക് ഒന്നും ഇല്ല. പണി ബാക്കിയുള്ളവരെ പുച്ഛിച്ചത്. ബാക്കിയുള്ളവരെ പുച്ഛിക്ക്. എനിക്ക് വേണ്ടി നിർമ്മൽ പാലാഴി 2 അടിക്കും. അല്ല 2 അല്ല 2 കൗണ്ടർ അടിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റാർ മാജിക് ടീമിന്റെ കൂടെ സൂപ്പർ പവറില് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു പോക്ക്? നല്ല കൈ ഇങ്ങനെ വെക്കണ എങ്ങനെയുണ്ടെന്ന് വെക്കണ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പോയാ ആരുടെ പോക്കാ? ആരുടെ പോക്ക? ബിനിച്ചേട്ടന്റെ പോക്ക് എത്ര ശരിയല്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ എന്താ പറയാ മോശമാണെന്ന് തോന്നാൻ കാരണം എന്താ? എന്റെ കയ്യല്ല വന്ന് പിടിച്ചേക്കണം. ഞാൻ മോശമാണെന്ന് പറഞ്ഞ അത് ഞാൻ എവിടെയും പോവാതെ പിടിച്ചതാ. പിന്നെ ബിനിച്ചേട്ടനെ എനിക്കിന്ന് ബിനിച്ചേട്ടനെ തല്ലാൻ വയ്യ. ഞാൻ കുറെ ആയിട്ട് ഞാൻ ബിനിച്ചേട്ടനെ തല്ല. അപ്പൊ ഇന്ന് ബിനിച്ചേട്ടൻ ജയിക്കണം, അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ അപ്പുറത്തെ ടീമിലാണെങ്കിൽ എന്റെ കേരളമൊക്കെ ഇവിടെ ആയിരിക്കും. കേരളോ? ചേട്ടൻ ഇവിടെ ആയിരിക്കും. ചേട്ടൻ ജയിക്കണം, ജയിച്ചിരിക്കണം. ഇനിയിപ്പൊ അഥവാ ബിൻഷേട്ടൻ നിന്ന് തോറ്റെന്നിരിക്കട്ടെ, എന്റെ അടി വിളുകൊള്ളു. അടിക്കില്ലല്ലോ? അല്ല എന്റെ അടി വിളുകൊള്ളു. ഞാൻ ഇവിടെ തന്നെ. ശരി ശരി അത് കുഴപ്പമില്ലോ. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ? വിജയ് ഗോപുരം ഒന്ന് മാറ്റോ, ഞാൻ പോക്കോട്ടെ. ധൈര്യമായിട്ട് തൊഴുതിട്ട് ഗോപുരമല്ല പിരമിഡ്. ഓക്കെ അപ്പളേ നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക്, അതായത് ഇവിടെ കൗണ്ടറുകൾക്ക് ക്ഷാമുണ്ടെങ്കിൽ കൗണ്ടർ ഇങ്ങനെ വാരി വെതറാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു ഈവന്റിൽ വൈകി ഒരു വസന്തം വരാൻ പോവാണ്. അതായത് വസന്തം മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ആകുമ്പോ ഇത്തിരി വൈകിട്ട് വീണ്ടും ഈ വസന്തത്തെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. ഓൾറൗണ്ടർ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ ആദ്യം തന്നെ അല്ലെ, ഞാൻ ഈ പരിപാടി ഇവിടെ അല്ല ഇങ്ങനെ ടി വിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചില മഹാന്മാർക്കൊക്കെ ഒരു സംശയമുണ്ട്. പാവം ഞങ്ങളെ എന്റെ ഗുരു എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ടീം സ്ഥിരമായി തോൽക്കുന്നു. ജയിക്കണം. സ്ഥിരമായിട്ടുണ്ട്. ഇയാൾ ആര് വെച്ചാൽ എന്നും പൊട്ടി നാറുന്നു. എന്തുകൊണ്ട്? അല്ല സോറി എന്തുകൊണ്ട് ചെറിയ പരാജയം നേരിടുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ഞങ്ങൾ ബോധപൂർവം പരാജയപ്പെടുകയാണ്. അപ്പോഴാണല്ലോ നമുക്ക് ഇങ്ങോട്ട് തല്ലിട്ട. അപ്പൊ തല്ല് കിട്ടുമ്പോഴാണ് നവരസങ്ങൾ നമ്മുടെ മുഖത്ത്. എന്റെ കണ്ണി കുത്തരുത്. അല്ല നിങ്ങള് ഗുരു, ഞങ്ങളുടെ ഗുരു ഞങ്ങൾ തോറ്റു കൊടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രി കുറെ കഷ്ടപ്പെട്ടു തോന്നുന്നു ഇങ്ങനെ ഇറക്കും. ചേട്ടൻ പേടിക്കണ്ട, തോൽക്കുന്ന പേടിക്കണ്ട. ചേട്ടൻ ഇപ്പുറത്തെ ടീമിലാ. ഇവിടെ വന്നിട്ട് ഇന്നലെ KSRTC ബസ് ഓടിക്കായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത്തവണ ഞങ്ങൾ ജയിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ സത്യനെ നിങ്ങൾ കൊണ്ടുപോയടാ. അല്ല ഇനി അവിടെ കുറ്റം പറ, എന്റെ ടീമാണ്. ഈ വിനോജിന്റെ ടീമിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ ക്യാപ്റ്റൻ ശരിയല്ല. ക്യാപ്റ്റനെ ഒരു കോൺഫിഡൻസ്. ഗുരുവിനോട് ബഹുമാനത്തോടുകൂടി പെരുമാറണം. ഗുരുവല്ലേ പണ്ഡിതൻ പാമരനൊന്ന് സംസാരിച്ചോണ്ട്. ഇത്ര നാളായിട്ട് എവിടെയായിരുന്നു മിസ്റ്റർ പണ്ഡിതൻ? ഞാനൊരു കാര്യം, കോട്ട് വാടകയ്ക്കാണ് അത് സ്വന്തമാണത്? ഒരാള് ഓസിക്ക് തന്നു. അങ്ങനെ പറ. എനിക്ക് തോന്നി അതുകൊണ്ട് എത്ര പവർ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. പണ്ടിച്ചിയോ? അയലക്കറിക്ക് വേപ്പിലിട്ടില്ല എന്ന് കരുതി അയലക്കറി ചീത്തയെന്ന് ആരും പറയൂലട്ടാ. ഫോട്ടോ വെച്ച് ടീമേ മറുപടി പറയാനുണ്ട് ഞങ്ങൾക്ക്. മറുപടി പറയോ? മനസ്സിലായില്ലേ? അയലക്കറിയിലെ കറിവേപ്പിലാണ്. ഇന്ന് ഒരു ലോറി കയറ്റാൻ പാകത്തിനുള്ള 3 ടീമുകളാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. അതാണ് ഒന്ന് പണ്ഡിറ്റ്, ഒന്ന് ബിനീഷ്, ഒന്ന് ഷിയാസ്. പിന്നെ ഒന്ന് അടിമാലി. ഇദ്ദേഹത്തിനുള്ള ഒരു മറുപടി ഒരു പാട്ടിലൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാടിക്കോ. പ്രിയമുള്ളവരെ, സന്തോഷ് പണ്ഡിറ്റിന്റെ പരാജയത്തിന്റെ പടുകുഴി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാറ വെച്ച് അടർത്തിയെടുത്ത ഏതാനും വരികളാണ് ഇവിടെ കീച്ചാൻ പോകുന്നത്. കീച്ചിക്കോ. കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ
കാലോടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെ പോലെ നടന്നോനല്ല, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലോടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചേട്ടാ, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അടിപൊളി. താങ്ക് യു. ഈ കൊരങ്ങനൊക്കെ ശരിക്കും ഇങ്ങനെ കൂട്ടമായിട്ടാണല്ലോ അത് മൃഗങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. കൊരങ്ങനെ ഭംശോളം അത് ഒരു ഇതിലേക്ക് ചാടുമ്പോൾ അത് വീണ് പോയാൽ മറ്റുള്ള കൊരങ്ങന്മാർ പിന്നെ അതിനെ മൈൻഡ് ചെയ്യൂല, പിന്നെ അത് ഒറ്റയ്ക്കാവും. അപ്പൊ അതേസമയം നിങ്ങൾ കല്യാണം കഴിച്ചാൽ അതൊരു ഫെയിലർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതാ കല്യാണം കൊടുത്ത മോളതാ തിരിച്ചു വന്നിരിക്കുന്നത്, അല്ലേതാ ഓനാ പെൺകുട്ടീനെ കല്യാണം കഴിച്ച ആ പ്രശ്നം ഈ പ്രശ്നം. പിന്നെ നമുക്ക് വീട്ടുകാരുടെ ഇടയിൽ ഒരു ഇത് കിട്ടൂല. സത്യം പറഞ്ഞാൽ ചാട്ടം പിഴച്ച ഒരു കൊരങ്ങന്റെ അവസ്ഥയാണ്. കല്യാണം കഴിച്ചു, അത് ഫെയിലർ ആയാൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും പോനെ. പിന്നെ അവന്റെ അവസ്ഥ കൂട്ടം വിട്ട അവസ്ഥ. സൂപ്പർ 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 അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതാണ് ഐശ്വര്യ, ഇതാണ് ഇതിന്റെ കഥാസാരം. ഇത്രയും വലിയൊരു തത്വം 4 വഴിയിലൂടെ ചേട്ടൻ ലോകം മുഴുവൻ അറിയിച്ചത്. ഓ, ചേട്ടൻ ഒരു വിസ്മയ ലോകം തന്നെ ചേട്ടാ. ചേട്ടാ ഇത് കൊരങ്ങനെ കണ്ട് എഴുതാണ്, ചേട്ടൻ കൊരങ്ങന്മാരെ കൂടെ ഇരുന്ന് എഴുതാണ്. എങ്ങനെയാണത് സംഭവം? അല്ല ഞാൻ ഒറ്റയ്ക്കായിട്ട് എഴുതി. പിന്നെ ഇടയ്ക്ക് ഞാൻ ഷിയാസിനെ ഓർത്തിരുന്നു. എങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് എഴുതിയത്? അല്ല, ഞങ്ങൾ ഒരുമിച്ചില്ല, പുള്ളി എന്നെ ഓർത്തുന്ന്. നമ്മൾ ഇനി അടുത്ത പാട്ട് കേൾക്കാൻ വേണ്ടി പോവാണ്. അതായത് സുധിച്ചേട്ടന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ട് കൊറേ നാളായി. അതും പാരഡി സോങ്. ലക്ഷ്മി അതൊക്കെ വേണോ? അത് വേണം, അത് വേണം. ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയതാണ്. സ്പോട്ടിൽ എഴുതിയതാ. വാ, ആരെ നോക്കി എഴുതിയത്? ഇവരെ നോക്കി എഴുതിയത്? ഇവരെ നോക്കി എഴുതിയത്? കേട്ടിട്ട് പറയാം. വാ. ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അല്ലാതെ അതുകൊണ്ട് ഇന്ന് വരെ അരമണിക്കൂർ കൊണ്ട് ആരും പാട്ട് എഴുതിയ ചരിത്രമില്ല. ഞാൻ ചെന്ന് വിളിച്ച ഏതേലും പെണ്ണുങ്ങൾ ഇറങ്ങി വരൂ. അല്ല, ഇത് എന്റെ ജീവിതം പോലെ ഉണ്ടല്ലോ ഇവിടെ പറയാം. ആ കഥയിലേക്ക് വരാം. ആദ്യം ഈ പാട്ട് കേൾക്കാം. ഐശ്വര്യല്ല ശരത്താണ് സന്ധ്യ വഴി വന്നു നിൽപ്പൂ, മണർകാട് നിന്നും കടം വാങ്ങി വന്നു. ശരത്താണ് സന്ധ്യ വഴി വന്നു നിൽപ്പൂ, മണർകാട് നിന്നും കടം വാങ്ങി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞില്ലേ അന്നൊരാ വാഴത്തോട്ടത്തിൽ പരദേവനെ അറിയാതെ ഞാൻ പറഞ്ഞില്ലേ, അതിനാൽ ശാന്തേ നിൽക്കുന്നു. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ, മണർകാട് നിന്നും കടം വാങ്ങി വന്നു. ആരാരും കാണാതിവിടെ വന്നികേറ്റിൻ്റെ മുന്നിൽ ഇരിപ്പൂ, ആരാരും കാണാതിവിടെ വന്നികേറ്റിൻ്റെ മുന്നിൽ ഇരിപ്പൂ. സുന്ദരി നിന്നെ വിളിച്ചിടാൻ സുന്ദരനായി ഞാൻ വരുന്നിതാ, ആരും കാണാതോടി വാടി ഹൃദയം തളർന്നിതാ. സന്ധ്യ വെട്ടെന്നു വാ, ഹൃദയം തളർന്നിതാ. സന്ധ്യ പാടേന്നു വാ, പട്ടിയുടെ കടി കൊള്ളാതിരിക്കുവാൻ പൊന്നു പെണ്ണെ നീ വാ. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ, മണർകാട് നിന്നും കടം വാങ്ങി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞില്ലേ അന്നൊരാ വാഴത്തോട്ടത്തിൽ പരദേവതെ അറിയാതെ ഞാൻ പറഞ്ഞില്ലേ, അതിനാൽ ഞാൻ ദേ നിൽക്കുന്നു. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ, മണർകാട് നിന്നും കടം വാങ്ങി വന്നു.
അദ്ദേഹത്തിന്റെ സംശയം തീർന്നു. ഇനി ചോദിക്കില്ലല്ലോ ഈ പാട്ടാരെ എഴുതിയത്. പക്ഷെ സംഗീതം അദ്ദേഹം അല്ല കൊടുത്ത്. അത് വേറെ ഒരു സിനിമാ പാട്ട്. അനുവിനൊരു സംശയം. അല്ല ശരത്ത് എങ്ങനെയാ സന്ധ്യ ആവുന്നത്? ശരത്താണ് സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ പേരാണ്. അപ്പൊ ശരത്തോ? അത് ശരത്ത് ശരത്ത് സന്ധ്യ ഞാൻ എന്ന് പറഞ്ഞു. ശരത്താണ് സന്ധ്യ വഴി അങ്ങനെ ഞാൻ ദേ വന്ന് നിൽക്കുന്നു. റിയാസിന്റെ കൂട്ടുകൂടി കൊണ്ട് പറ്റിപ്പോയതാ. മറ്റേ പ്രേമേന്ദ്രന്റെ ലീലാവിലാസം എന്നാ റിലീസ് ആവുന്നേ? അത് അവിടെ ചോദിക്കും. അവിടെ അല്ല ഇവിടെ. ആ എന്നാ? ചേട്ടന്, പണ്ഡിറ്റിന്റെ കാര്യങ്ങൾ എല്ലാം അറിയാലോ അല്ലേ? അല്ല മോളെ, ഇപ്പൊ തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ 1.5 വർഷമായിട്ട് തിയേറ്റർ കടഞ്ഞടക്കല്ലേ. അപ്പൊ അതിന് ഇനിയിപ്പോ എന്താ ഡിസംബർ ആവും. സ്പോട്ടിൽ ഒരു അരമണിക്കൂർ മുമ്പ് ചേട്ടൻ എഴുതിയതാ. ഇങ്ങനെ രസമായിട്ടാ പാടിയെന്ന്. താങ്ക് യു. അടിപൊളി. നല്ല തുതി. ഒന്നും പറയാനില്ല. താങ്ക് യു അളിയ. താങ്ക് യു. ഇനി ഇവക്ക് പാടണമെന്ന് പറഞ്ഞേ. നീ അരമണിക്കൂർ കൊണ്ട് എഴുതിയ വല്ലതും ഉണ്ടോ? 4 വരി ഇവള് പാടുമെന്ന്. ഇല്ല, ബിനീഷിന്റെ ഉണ്ട്. അയ്യോ, ഇതിപ്പോ പരിപാടി മാറി ടോപ്പ് സിംഗർ ആയോ? ഈ ഒരു പാട്ടിന്റെ ഹാങ് ഓവറിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ സുചേട്ടൻ അസലായിട്ട് പാടി ഈ പാട്ട് ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ബാക്ക് സ്റ്റേജില്. നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലേക്കും വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം നവ്യ ചേച്ചി. ലെറ്റ്സ് വെൽക്കം നവ്യ നായർ. അനുവാണോ സന്തോഷം എന്നെ കാലിൽ കല്ല് വെച്ചെറിഞ്ഞേ? നമുക്ക് ആ സ്റ്റെപ്പ് കളിച്ചാൽ നല്ല സ്റ്റെപ്പ്. സഹായിക്കണം ചേച്ചി. ഒരാൾ ഇത്രയും ഞൊണ്ടി കിടക്കണ കാണുമ്പോഴേ നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് ചേച്ചിക്ക് വേണം. എങ്ങനെയാണ്? നവ്യ പുള്ളി ഭയങ്കര സ്റ്റെപ്പ് കളിച്ചായിരുന്നു. നവ്യ അത് കാണാതെ പോകരുത്. ഞാൻ കണ്ടു. ഇല്ല, ശ്രദ്ധിച്ചു കാണില്ല. നമ്മൾ ആ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണോണ്ട് ഞാൻ വന്നപ്പോ ശ്രദ്ധ എന്നിലേക്കായി. ഇത് കണ്ടില്ല, ഒന്ന് കാണിച്ചു കൊടുത്തത്. അതെ, പണ്ടിന്റെ ശരിക്കൊന്ന് നോക്കിയപ്പോൾ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? അതല്ല. അയ്യോ, പണ്ഡിറ്റിന്റെ ഡാൻസ് ഉഗ്രനാണെന്നൊന്നും ഞാൻ വെറുതെ പറയില്ല. പക്ഷെ പണ്ട് കൊച്ചിലെ നല്ലോണം അക്ക് കളിച്ചിട്ടുണ്ട് പുള്ളി. കൊറേ അക്ക് കളിച്ചിട്ടുണ്ട്. അതിപ്പോ ശ്രമിച്ചാലും സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടും. ഏത് കാര്യാലും ഡാൻസ് ആയാലും എന്തായാലും നമുക്ക് നമ്മളതായ ഒരു സ്റ്റൈൽ ഉണ്ടാവണം. അതാണിപ്പോ നേരത്തെ വായി പാടിയപ്പോഴും ഞാൻ പറഞ്ഞ വേറെ ആളുടെ മ്യൂസിക്. ഇവിടെ ബിനീഷും അങ്ങനെ തന്നെയാണ് സർ. നവ്യ, ഈ ഡാൻസിനെ കുറിച്ച് നവ്യയുടെ അഭിപ്രായം പറയും. അദ്ദേഹം ഒരു ഡാൻസർ അല്ല. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഓളത്തിൽ അങ്ങ് ചെയ്തു. ഓളമാണ് പ്രശ്നം. ഒരു ഓളത്തിൽ അങ്ങ് ചെയ്തു. എന്തായാലും സന്തോഷേട്ടന് ഒരുപാട് ആരാധകരുള്ളതാണ്. നാളെ മുതൽ ഈ ഒരു സ്റ്റെപ്പ് ഒരു ചരിത്രമായി മാറും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും കോപ്പി അടിക്കാനായിട്ട് ഒരു അവസരം ഞങ്ങൾ തരാണ്. നവ്യ ചേച്ചി, വെൽക്കം ടു സൂപ്പർ പവർ.
കോസ്റ്റ്യൂം കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ പണ്ഡിറ്റിന്റെ അത്ര വന്നില്ല, അത് ഞാൻ പറയാം. അത് എവിടെ ഞാൻ പറയാം. ഇവര് ശരിക്കും പറഞ്ഞ ഇവര് ആരംഭകാലത്തായാലും ഇവര് ഫസ്റ്റ് സിനിമ എടുത്തോ ഇപ്പൊ ഇവർ അതേപോലെ ഉണ്ട് അല്ല, ഒരു കോസ്റ്റ്യൂം വേറെ സൈഡ്. അതിന്റെ രഹസ്യം എന്താന്നുള്ളത് ഒന്നും അറിയാൻ. അതെ അതെ, നല്ലത് ചിന്തിക്കുന്നു, നല്ലത് ചെയ്യുന്നു. അല്ല മേഡം, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇതില്ലാത്ത സമയത്ത് മണൽ വരാൻ പോവാം. ബാക്കിയുള്ള ഇത് കാണുന്ന മറ്റുള്ള അല്ലെ അവർക്ക് അവർ എന്തെങ്കിലും ചെയ്യണം. മേഡം ദിവസം എക്സസൈസ് ചെയ്യുന്നുണ്ടോ ദിവസം? കുറച്ച് നാളായിട്ട് നല്ല തിരക്കുള്ളതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇനി ചെയ്യും. ഞാൻ നല്ലോണം വർക്കൗട്ട് ഒക്കെ ചെയ്യും. ഭക്ഷണം എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഭക്ഷണവും ശ്രദ്ധിക്കാറ്. ഡയറ്റ് ശ്രദ്ധിക്കാറ്. സന്തോഷേട്ടാ, പുറത്തൊരു കൊറിയർ വന്നിട്ടുണ്ട് സന്തോഷേട്ടന്. ആണോ? സന്തോഷം ഇവിടെ വന്നിട്ടുണ്ട്, അറിഞ്ഞോ? ഇതാണ് പാർസലാണോ? ഞങ്ങൾക്കറിയില്ല. ഇൻഫോർമേഷൻ കൊറിയർ പോയിട്ട് വാ ശിഷ്യ, പോയിട്ട് വാ ശിഷ്യ. ചേച്ചി, ഇനി ചേച്ചി പറയൂ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്താന്നറിയില്ല, ബിനുചേട്ടൻ ഇന്ന് നല്ല കോസ്റ്റ്യൂം ആണെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ എന്നെ നോക്കി തിരിഞ്ഞു നിൽക്കണു. ഇല്ല, തിരിഞ്ഞു നിൽക്കാം. ഞാനിത് ഇവിടെ വരാൻ വേണ്ടി പാവാട ഇതല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊക്കി മേളിലോട്ട് പിടിക്കുക. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ ഉദ്ദേശിച്ചിട്ടാണ്. വരാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സംശയം, ഈ കാക്കയൊക്കെ പിടിക്കുന്ന സാധനത്തിന് വരുന്നത് എങ്ങനെ? ബാക്കി ആ സാധനത്തിന്റെ പേര് ഒന്നും പറഞ്ഞില്ല. ആ സാധനത്തിന് എന്തൊരു ആനോ, ഞാൻ ഇനിയിപ്പോ ഇവള് പറയുന്നില്ല, ഞാൻ പറയാം. ഈ തെറ്റാലി അരയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എന്തിനാ വന്നേക്കണേന്ന് ചോദിക്കുന്നു. അതിന്റെ പേരറിയാനിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ക്യാപ്റ്റനെ തല്ലട്ടെ? അത് കൊണ്ടുപോയില്ലേ? കുഴപ്പമില്ല, എന്റെ ചക്കര ഞാനൊന്നും പറയില്ല. കോഴിക്കോട് നിന്ന് വന്ന ഒരാള് കൊറിയർ മേടിക്കാൻ പോയി, ഇവിടെ എന്നാ ചെയ്യണ്ടേ? ചേച്ചി, അപ്പൊ സൂപ്പർ പവറിനെ പറ്റി, സ്റ്റാർ മാജിക് ആസ് യൂഷ്വൽ നമ്മൾ ഇന്നും അടിച്ചു വിളിക്കുന്നു. പക്ഷെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈവന്റ് ആണ്. മണിക്കൂറുകൾ നീണ്ട, ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ടുകൊടുക്കുന്ന രീതിയിലാണ്. എല്ലാവരും എല്ലാ ദിവസമൊക്കെ ആക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സൂപ്പർ പവറിനെ പറ്റി പറയാനുള്ളത്? സൂപ്പർ പവറാണ്. അതാണ് എനിക്ക് ശരിക്കും മറ്റേ എപ്പിസോഡ്സിനെക്കാട്ടിലും സൂപ്പർ പവറിൽ വരുമ്പോഴുള്ള സന്തോഷം എന്താന്ന് വെച്ചാല്, ഇവരുടെയൊക്കെ കുറച്ചും കൂടെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എനിക്ക് കാണാൻ പറ്റും. കുറെ സ്കിറ്റ് കാണാൻ പറ്റും, നല്ല ഡാൻസ് കാണാൻ പറ്റും, ചമ്മണത് കാണാൻ പറ്റും. അതൊക്കെ ചുരുക്കാണ്. പിന്നെ അഖിലിന്റെ വക ഒരു പെർഫോമൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും കളറാണ്. ഒരു വലിയൊരു സദ്യയാണെന്ന് അർത്ഥം അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ മധുരണ്ണനുണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചിയുണ്ട്, കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. അടുത്ത ശാസ്ത്രത്തിൽ ഞാൻ അവനോട് പറയുന്നത് അവനറിയാം. അപ്പൊ ഇന്നത്തെ ആ ഒരു ഫീസ്റ്റിലേക്ക് അല്ലെങ്കിൽ സദ്യയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ പോവാണ്. അടിച്ചു വിളിക്കല്ലേ എല്ലാരും? അടിച്ച് പൊളിച്ചിട്ട് കേസ് ഞാൻ നടത്തും, പോരെ? എന്നാ ശരി. അല്ല, കൊറിയർ വാങ്ങാൻ പോയ ഒരാൾ ഇതുവരെ തിരിച്ചു വന്നില്ല. കൊറിയർ എന്തോ കനത്തില് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അയ്യോ, ദേ വരുന്നു സന്തോഷേട്ടൻ. ഇപ്പൊ പറഞ്ഞല്ലോ സന്തോഷേട്ടനെ പറ്റിട്ട്. ഭയങ്കര നാണമൊക്കെ തിരിച്ചു വരുമ്പോ പോയ പോലെ അല്ലല്ലോ. ഓ, കൊറിയറിൽ പോയിട്ടില്ലേ? കണ്ടു പടി മക്കളെ, കണ്ടോ? എന്റെ ഒരു ഫാൻസുകാരൻ എനിക്ക് സ്റ്റാർ മാജിക്കിൽ നമ്മൾ സ്ഥിരം വരുന്നത്. അപ്പൊ അവര് ഫ്ലവേഴ്സിന്റെ പറമ്പിൽ പോയി പൂവൂട്ടിക്കൊണ്ടു. അയ്യടാ, ഫാൻസുകാരനാണോ കാര്യാണോ? അത് പറയില്ല. ഞാൻ പറയുന്നു, ഇപ്പൊ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ പോകുന്നു. അവര് ആ ക്യാൻറ്റീൻകാരൻ എനിക്ക് ചായയും പരിപ്പൊടിയും ഫ്രീ തരുന്നു. ഒരു ജ്വല്ലറി പോയി അവർ സ്വർണം തരുന്നു. ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി അവർ കോട്ടം തരുന്നു. ഒരു ചാപ്പട്ടി ഷോപ്പിൽ പോയി അപ്പൊ ഞാൻ പറയുന്നത് ഈ ഷാപ്പിയുടെ കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ടായിരുന്നു കൊണ്ടുവന്നത്. അല്ലാതെ നവ്യ ഓസ. അല്ല, എന്തായാലും ഇവരടിക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. ആ നിലവാരേ ഉള്ളൂ. അല്ല, ആ നിലവാരേ ഉള്ളൂ. ഇതിലും കുറച്ചുകൂടെ വേണ്ടവരെ സാധനങ്ങളൊക്കെ ചുമ്മാ തരില്ലല്ലോ, ആരും പൈസ കൊടുത്തിട്ടേ തരണേ. ഇതും പൈസ ചേട്ടൻ അങ്ങോട്ട് കൊടുത്തിട്ടാണോ തന്നെ? പിന്നെ മിസ്റ്റർ ജാക്കി ചാന്റെ പെങ്ങൾ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഏതായാലും അത് ഞാൻ തൽക്കാലം മോളെ മേടിച്ചോ? അവളെ ഈ പഴയ സാധനങ്ങളൊക്കെ മേടിക്കണ ആക്രി സാധനം എന്ത് കിട്ടിയാലും അവള് മേടിക്കും. അയ്യടാ മോളെ, നമ്മള് സ്നേഹത്തിലല്ലേ? അല്ല, കൊടുത്തവനും വാങ്ങുന്നവനും ഇല്ലാത്ത പ്രശ്നം. ഇവക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആരൊക്കെ ക്ലോസ് കിട്ടിയാൽ മതി. അത് കള്ളാസ് പോവാണ്. കള്ളാസ് തന്നേല്ലേ? എന്താ ബിനീഷ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ മലയാളം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മലയാളം മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണാടി വെച്ച് വരുന്ന, ഈ സ്പെക്സ് ഇട്ട് വരുന്ന ഒരേ ഒരാള് ബിനീഷായിരുന്നു. പക്ഷെ ഇങ്ങോട്ടൊരു എൻട്രി വന്നപ്പോഴത്തേക്കും മൂപ്പര് ദൂരി. കണ്ട, എനിക്ക് ബിനീഷിനെ കാണുമ്പോഴെല്ലാം മൂപ്പര ഓർമ്മ വരുമായിരുന്നു പണ്ടും.
അല്ല അപ്പൊ അത് correct ആയി. ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ജാടയില്ല എന്ന് എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഒരു ലേശം ജാട ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കുള്ളൂ. നമുക്ക് ഒരു ജാട കിട്ടിക്കോട്ടെ എന്ന് രീതിയിൽ അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഗ്ലാസിന്റെ പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ അടുത്തിടയ്ക്ക് ഇവിടെ ഒരു സീനിയർ ആക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സിനിമയിലേക്ക് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പറഞ്ഞു സാധാരണഗതിയിൽ വിക്രം, വിജയ് അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാ ഇഷ്ടം സന്തോഷേട്ടൻ അങ്ങനെ പറഞ്ഞു. ശരിയാണോ? അല്ല ഞാൻ പറയുന്ന ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ജനറലി ഞാൻ നോക്കും, ഞാൻ പറയുന്നു ഒരുപാട് പ്രൊജക്ട് ഒരുപാട് എന്ന് പറയുന്ന ആയിരക്കണക്കിനല്ല, തെറ്റിദ്ധരിക്കരുത്, അത്യാവശ്യം പ്രൊജക്ട്സ് വന്നിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും നോക്കുന്ന വെച്ചാൽ നമ്മൾ എടുത്തൊരു പടം പുറത്തിറങ്ങണം. ഞാൻ പറയുന്നു അതാണ് എനിക്ക് മെയിൻ. കാരണം ഓരോ സിനിമയ്ക്ക് ഓരോ തലയിലെഴുത്തുണ്ടാകും. ചിലപ്പോൾ വിജയിക്കും, പരാജയപ്പെടും. അപ്പൊ നമുക്ക് പുറത്തിറങ്ങുന്ന ഉറപ്പുള്ള പലപ്പോഴുള്ള പ്രൊജക്ട് എന്ന് പറയുന്ന അത്യാവശ്യം സ്റ്റാർസിന്റെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ അല്ലെ അറിയപ്പെടുന്ന ഒരു ബാനർ, ആ അർത്ഥത്തിലായിരിക്കാം അവര് ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെയൊന്നും ഉദ്ദേശിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ അവരുടെയൊക്കെ ഒരു വർക്കിന്റെ ഒരു ഭാഗമാകുമ്പോൾ പടം പുറത്തിറങ്ങും. പൈസ കിട്ടുന്ന വെച്ചിട്ട് എവിടെയും തലവെക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. പുറത്തിറങ്ങണം. വിജയിച്ചോ പരാജയപ്പെട്ടോ അതാണ് അത്. അവർ ദയവേത് സന്തോഷേട്ടനെ ഗ്ലാസ് ഊരാൻ അനുവദിക്കരുത്. ഗ്ലാസ് ഊരിയ പുള്ളി ക്ലാസ് തരും. സന്തോഷേട്ടാ, നമുക്ക് ഈ ട്രെയിൻ പാളത്തിൽ തല വെക്കുന്നതിനോട് എന്താ അഭിപ്രായം? അല്ല ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ എത്രയും പെട്ടെന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ് അല്ലേ? എടാ അത് ഇറ്റ് ഡിപ്പെൻസ്. കോമഡി കൂടുന്നുണ്ടെന്ന് കമ്മിറ്റി അടുത്ത എപ്പിസോഡ് അടിച്ചാലോ? സന്തോഷ് പണ്ഡിൻ, എവിടെയാണ് നിങ്ങൾ? ഈ ടീമിൽ വരൂ. എന്താ പോയി നിൽക്കാതെ ഇത്തവണ ജയിക്കണം എന്നുണ്ടോ? ഒന്നും സ്റ്റാർ മാജിക്കില് ഇന്ന് ഗസ്റ്റുകളോട് ഗസ്റ്റ് ആണ്. ഏതായാലും ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നവി ചേച്ചിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഇത്തിരി കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിലേ ബാലമണിയുടെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ക്ലോസ് ആയിട്ടില്ല. അതെ, നമ്മള് ഇഷ്ടമുള്ള ആളാണ്. ഇന്നത്തെ ഈ ഒരു ഈവന്റിലേക്ക് നമ്മള് വെൽക്കം ചെയ്യാൻ വേണ്ടി പോണത് ബാലമണിയോടൊപ്പം നമ്മുടെ ബസന്തി കൂടെ വന്ന എങ്ങനെയിരിക്കും? നമുക്ക് സ്വാഗതം ചെയ്യാം നിത്യാദാസ്. ਕਾਲੇ ਰੰਗ ਦਾ ਪਰਾਂਦਾ ਮੇਰੇ ਸੱਜਣਾ ਨੇ ਆਂਦਾ ਸੋਹਣੀਏ ਡੰਗ 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 ਕਾਲੇ ਰੰਗ ਦਾ ਪਰਾਂਦਾ ਮੇਰੇ ਸੱਜਣਾ ਨੇ ਆਂਦਾ ਸੋਹਣੀਏ ओ मैं पब्बा पार नच्चा मेरे यार सोनिए ए सदके मैं जावा सोनिए नी हाय लख बार सोनिए ओ जिंद तेरे नाम नी सोनिए ओ निरा तेरा जानी सोनिए ओ किंगिनी काट वंद किन्नरम मीटी अरिगे സ്വാഗതം നമ്മുടെ സൂപ്പർ പവറിലേക്ക്. ഒരു വലിയ കൈ കൊടുക്കാം. ചേച്ചിയുടെ മോട്ട് ഇന്നൊരു സ്പെഷ്യൽ എക്സ്ട്രാ ഹാപ്പിനെസ് ആണ് കേട്ടോ. കാരണം ഇവരെന്ന് പറഞ്ഞാൽ മച്ച ഭയങ്കര ചങ്ക്സ് ആണ്. സോ ഒരു ചങ്ക് ഇങ്ങനെ വന്നപ്പോ എന്ത് തോന്നി? വിഷമം തോന്നി? കൗണ്ടറിന്റെ ആശാത്യാണ്, ഒരു രക്ഷയില്ല. പക്ഷെ പല കൗണ്ടറും നമുക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. എങ്ങനത്തെ കോമഡി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള ഇമേജ് നമ്മൾ രണ്ടുപേരും വരുമ്പോ സന്തോഷേട്ടൻ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഞങ്ങളത് ട്യൂൺ ചെയ്തു. അപ്പൊ ഞങ്ങളത് ട്യൂൺ ചെയ്തു. ഊപ്പര് 4 പേര് പാടി നമ്മള് കൂടെ പാടും. എന്റെ പാട്ടെടുത്താ ഞാൻ അടുത്ത് വന്ന് നിൽക്കുന്നു. ആള് പാടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അത് പാടും. ഓ ഇനിയും കേൾക്കണം. അതിന്റെ കൂടെ പാടാടി കൂടെ തുടങ്ങും. അതല്ല ഇപ്പോ അപ്പൊ ഇനിയും കൊറിയർ വരുമോ? വരും പാടട്ടെ. പെണ്ണു കെട്ടിക്കഴിഞ്ഞ ജീവിതം ചുറ്റും തേടി സുടരെ ചുറ്റും തേടി സുടരെ എന്നുലകം ഉന്നെ சுற்றுதே. പാദം തൊട്ട് തൊട്ട് ഉറസ എന്നീലയം പറ്റിക്കൊള്ളുതേ.
പാട്. സാർ ഒരു അല്ല ഓക്കെ അല്ല പാടുമെന്ന് പറയുമ്പോ എന്റെ അല്ല ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഇപ്പൊ ഇവര് ഇവിടെ മ്യൂസിക് സാധാരണഗതിയിൽ അവര് ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട് അവരിട്ടിരിക്കുന്ന മ്യൂസിക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷെ എന്നെ ഈ പാട്ടിന്റെ ഇതിലെ നമുക്ക് ആ മ്യൂസിക്കിൽ പാടാൻ പറ്റൂല അല്ല അല്ല ഒരു ഒറ്റ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോന് കിളിയെ പോലെ നടന്നോനല്ല എലിയെ പോലെ ചെയ്ത് കിതയ്ക്കുമ്പോ പാടാൻ പറ്റിയ പാട്ടത്. കൈ ഇതാ ഇങ്ങനെ പിടിക്കുക, മുദ്ര ശരിയായിരിക്കണം. എന്നിട്ട് ശലഭത്തെ പോലെ ഇങ്ങനെ ഇങ്ങനെ ശലഭത്തെ പോലെ ഇങ്ങനെ 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 ഓടണം. ഈ ഗോഷ്ടി കാണിക്കാനാണോ എന്റെ അവിടെ നിന്ന് ഇവിടെ വരെ വിളിച്ചോണ്ട് ശലഭാസനം. അംഗീകരിച്ചു. ഇത് ശലഭാസനാണ്. നിങ്ങൾ കളിയാക്കാനൊന്നുമല്ല, പറ ചെയ്യേ. എനിക്ക് പട്ടാന്ന് പറയും ആൾക്കാര്, അല്ലെങ്കിൽ പിന്നെ ഇല്ലാന്ന് തോന്നണല്ലോ. പറ ചെയ്യേ ചെയ്യേ. സെലിബ്രിറ്റി വല്ല കാര്യമുണ്ടാ? ഈ അനുവിനെ വിളിച്ച് ചെയ്താ പോരായിരുന്നു. എന്നെ വിളിച്ച് കഴിഞ്ഞാൽ സാധനം കേൾക്കില്ല, പൊളിഞ്ഞു. ഒറ്റ റൗണ്ട് കാണിച്ചാൽ മതി, ഒരേ ഒരു റൗണ്ട്. ഈ സ്കിറ്റിന് കയറാൻ വേണ്ടി ഒന്ന് സഹായിക്കും. ചേട്ടന്റെ പൊളിഞ്ഞു നിൽക്കുന്ന സ്കിറ്റ് കയറാൻ വേണ്ടിട്ടായതുകൊണ്ട് മാത്രം എത്ര പൊളിഞ്ഞ പടം ഞാൻ കണ്ടു കേട്ടു. പക്ഷെ അതിന്റെ പ്രോബ്ലം സംവിധായകന്റെയാണ്. ഇത് സംവിധായകന്റെ കുഴപ്പം, എന്റെ കുഴപ്പമാണ്. ആ കളസംഗീതി നിൽക്കുന്ന മനുഷ്യൻ ഇവിടെ കാണാൻ നോക്കണ്ട, എഡിറ്റ് ചെയ്ത് വരുമ്പോ ഇതിലും പൊളിയായി സാധനം. ഞാനൊന്ന് ചെയ്തില്ല, അതിക്കുമ്പോ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കടുപ്പപ്പെട്ട സാധനം ഒന്നും ചെയ്യില്ല കേട്ടോ. സലിമണ്ണി ഇങ്ങനെ കേട്ടോ നല്ല കോമഡി കരയും. കലിമട്ട ഞങ്ങൾക്ക് ഇത് മതി. ഈ സാധനം ചീറ്റിപ്പോയ സ്ഥലത്ത് കയറ്റിയിട്ട് സാധനം കയറ്റി കൊടുത്തില്ല ഞങ്ങൾ. ആണെങ്കിൽ സലിമട്ടൻ ചെയ്യാൻ ശലഭാസനം ഇവിടെ ആളില്ലാതെ നിൽക്കുകയാണ്. സഹായിക്കുന്ന കാല് പിടിക്കല്ലേ. അടിപൊളി. നന്ദനത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയ അഭിനയ ജീവിതം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാം ചെയ്തിട്ട് ആ നടി ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വന്നുവെച്ച് കാണിച്ച കോപ്രായം കണ്ട. അയ്യോ യോഗ ഞാൻ തല്ലിത്, അയ്യോ ഓടിവായോ, അയ്യോ അയ്യോ. ഈ വളിച്ച കോമഡി പറയാൻ വേണ്ടിട്ട്, ഈ വൃത്തിയുടെ കൗണ്ടർ പറയാൻ വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ വിഗൂരി പോകാൻ ശ്രദ്ധിക്കണം, പാൻഡൂരി പോകാൻ ശ്രദ്ധിക്കണം, കോമഡി പറയണം. ഈ കരഞ്ഞ ഉണ്ടംപൊരി വീഴാതെ നോക്കണം. ഇത് എവിടെ നിന്നാ നരേന്ദ്രപ്രസാദ്? ഗേൾസിന്റെ ലെഗിൻസ് ആയിട്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം ഈ ലെഗിൻസ് ഞാൻ അങ്ങോട്ട് ശരി യോഗി, ശരി യോഗി. മീൻകറി നന്നായിട്ട് വെക്കാൻ അറിയാം. എന്ത് ഏതാണ്ട് ഉള്ള കോമഡിക്കുള്ള പരിപാടിയാണല്ലോ. പക്ക സീരിയസ്. മീൻകറി പ്ലീസ്. മീൻകറി നന്നായിട്ട് വെക്കാൻ അറിയാമോ? അതില് പുളി ഇടാറുണ്ടോ? പുളി ഇടാറുണ്ടോ? പുളി ഇടാറുണ്ട്. മീൻകറി പഞ്ചസാര കൽക്കണ്ടാണോ? അതെ, അവരുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാ, പഞ്ചസാര ഇട്ട് മീൻകറി വെക്കും. തലയില് പുളി ഇരിക്കുന്നതാണ് കേട്ടോ. അളിയോ എന്ത് കോമഡി പൊളിഞ്ഞു. ഞാൻ എന്റെ അടിമനെ രക്ഷപ്പെടുത്തിയതാ. എല്ലാം ഞാൻ ഏറ്റുവാക്കുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആസനം കണ്ടാ ചേട്ടാ, അയ്യോ എന്റെ ആസനം കണ്ടു കഴിഞ്ഞ് തീർന്നിട്ടില്ല. ഇനി ഞങ്ങൾ ഇതിനേക്കാൾ കൊള്ളാവുന്ന ആസനം കണ്ടു സിനിമയിൽ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ മികച്ച ഒരു ജോലി. ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി എഞ്ചിനീയേഴ്സ്, സൗത്ത് ഇന്ത്യസ് #1 ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്.